ഹലോ അമീഗോ, ഇറ്റ്സ് മീ റാങ്കോ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ റൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അർദൻ റൈഡേഴ്സ് ക്ലബിൻ്റെ കൂടെയാണ്, ARC. ഞാൻ ഈ ഒരു ക്ലബിൽ മെമ്പർഷിപ്പ് എടുത്തതിന് ശേഷമുള്ള എൻ്റെ ഫസ്റ്റ് ഇവൻ്റാണിത്. ഇതിനു മുന്നേ ഞാനൊരു ഇവൻറ്റിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷെ അന്ന് മെമ്പർഷിപ്പ് എടുത്തിട്ടുണ്ടായിരുന്നില്ല. 2022 ജനുവരിയിൽ സംഘടിപ്പിച്ച ഒരു മെഗാ മീറ്റപ്പ് ഉണ്ടായിരുന്നു. അതായിരുന്നു എൻ്റെ ഫസ്റ്റ് ഇവൻറ്റ്. ആ ഒരു ഇവൻറ്റിലൂടെയാണ് ഞാൻ ഈ ഒരു ക്ലബിനെ കുറിച്ച് അറിയുന്നതും ഇതിൽ ജോയിൻ ചെയ്യുന്നതെല്ലാം. അതിനുശേഷം 1-2 റൈഡൊക്കെ സംഘടിപ്പിച്ചെങ്കിലും എനിക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ ഈ ഒരു 2 ഡേ ഇവന്റിനാണ് ആദ്യമായിട്ട് പങ്കെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് പരിചയക്കാരൊന്നുമില്ല. ഈ ഒരു റൈഡിലൂടെ കുറച്ചുകൂടി കൂടുതൽ ആൾക്കാരെ പരിചയപ്പെടാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അട്ടപ്പാടിയിലേക്കാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെയാണ് ഈ ഒരു ഇവന്റ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഒരു നൈറ്റ് സ്റ്റേയും ഉണ്ട്, പിന്നെ അടുത്തടുത്തുള്ള സ്ഥലങ്ങളൊക്കെ വിസിറ്റ് ചെയ്യും. ചെറിയ ട്രക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. നൈറ്റില് ക്യാമ്പ് ഫയറും ഉണ്ട്. മൊത്തത്തിൽ അടിപൊളിയാക്കണം എന്നുള്ള രീതിയിലാണ് അവർ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അധികം ആരും പരിചയമില്ലെങ്കിലും ഈ ഒരു റൈഡിങ് ക്ലബിലെ മെമ്പേഴ്സിൻ്റെ ഡിസിപ്ലിൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല ലൈൻ കീപ്പ് ചെയ്ത് കറക്റ്റായിട്ട് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ആരും അങ്ങനെ ഓവർടേക്ക് ചെയ്യുക അല്ലെങ്കിൽ വളരെ റഷ് ഡ്രൈവിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല. വളരെ കാമായിട്ട് ഡിസിപ്ലിനായിട്ട് തന്നെയാണ് നമ്മളിപ്പോൾ റൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതുപോലെ റൈഡ് ചെയ്യുമ്പോൾ പലരും നമ്മളെ ശ്രദ്ധിക്കും. ചായക്കടയിൽ ഇരുന്ന് സൊറ പറയുന്ന അമ്മമാരും അങ്ങനെ പലരും ഇങ്ങനെ നമ്മൾ ഡിസിപ്ലിനായി പോകുമ്പോൾ ശ്രദ്ധിക്കും. പക്ഷെ ഞാൻ ശ്രദ്ധിക്കല് അവരൊന്നുമല്ല. ഇതുപോലെ ചെറിയ പയ്യന്മാരുണ്ടാവും, അവർ നമ്മളെ കാണുമ്പോൾ ജസ്റ്റ് വേവ് ചെയ്യും. അതിന് തിരിച്ച് വേവ് ചെയ്യുക എന്നുള്ളതാണ് ഒരു സന്തോഷം. വളരെ ചെറിയ കാര്യമാണെങ്കിലും അതൊരു പ്രത്യേക രസം. അവർക്ക് ചിലപ്പോൾ അതൊരു വലിയ ഇൻസ്പിറേഷൻ ആയിരിക്കും. അങ്ങനെ നമ്മളിപ്പോൾ ആനമൂളി ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി അങ്ങോട്ട് ചെറിയ ചുരമൊക്കെയാണ്. നമ്മുടെ അട്ടപ്പാടി ഫോറസ്റ്റിലൂടെ ഉള്ളൊരു റോഡാണ്. നമ്മുടെ മുന്നിൽ കാണുന്ന മാത്രമല്ല, ബാക്കിലും ഒരുപാട് വണ്ടികളുണ്ട്. അത്യാവശ്യം ഒരുപാട് ബൈക്സ് നമ്മുടെ കൂടെ ഉണ്ട്. അതിൽ തന്നെ പല ടൈപ്പ് ബൈക്കുകളുണ്ട്. സ്പോർട്സ് ബൈക്ക്, അഡ്വഞ്ചർ, നൈറ്റ് കമ്മ്യൂട്ടർ ബൈക്സ്, സ്കൂട്ടേഴ്സ് എല്ലാം തന്നെ ഈ ഒരു റൈഡിൽ നമ്മുടെ കൂടെ ഉണ്ട്. City nights and satellites. When I'm old and losing sight, carry me home all through the night. I need your love, I need your light. Like city nights and satellites. When I'm old and losing sight, carry me home all through the night. ഈ ഫോറസ്റ്റ് വളരെ നല്ലൊരു എക്സ്പീരിയൻസ് തരുന്നുണ്ടെങ്കിലും ആസ് എ ബൈക്കർ ഈ ഒരു റോഡ് കുറച്ചുകൂടെ നന്നായിരുന്നെങ്കിൽ ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. ഇതിനു മുന്നേ ഞാൻ ഈ ഒരു റൂട്ടിൽ വന്നിരുന്ന ടൈമിൽ നല്ല രീതിയിൽ കുഴികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അവർ അതൊക്കെ പാച്ച് ചെയ്തിട്ടുണ്ട്. എന്നാലും ഇതുപോലുള്ള ചുരമൊക്കെ നമ്മൾ കയറുമ്പോൾ നമുക്ക് ആ ഒരു മോട്ടോർ സൈക്ലിംഗ് എലമെന്റ് എൻജോയ് ചെയ്യണമെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ റബ്ബറൈസ്ഡ് ചെയ്ത റോഡുകളും അതുപോലെ തന്നെ കോർണേഴ്സും കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് എഞ്ചിനീയറിങ് ചെയ്ത, അതായത് ഇൻക്ലിനേഷനും കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്ത റോഡാണെങ്കിൽ നമുക്ക് ആ ഒരു മോട്ടോർ സൈക്ലിംഗ് എലമെന്റ് നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റും. അത് പലപ്പോഴും ഈ ഒരു റൂട്ടിൽ വരുമ്പോൾ എനിക്ക് മിസ് ചെയ്യാറുണ്ട്. ഇപ്പോൾ പാച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ലാതെ നമുക്ക് ഓടിക്കാൻ പറ്റുന്നുണ്ട്. എന്നാലും ആ ഒരു പാച്ചിന്റെ ബംസും പല കോർണേഴ്സും കാര്യങ്ങളും എല്ലാം ഇൻഅപ്രോപ്രിയേറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് പലപ്പോഴും മോട്ടോർ സൈക്കിൾ ഓടിക്കുമ്പോൾ വളരെ ഇറിറ്റേറ്റിംഗ് ആയിട്ട് തോന്നാറുണ്ട്. പക്ഷേ ഈ ഒരു റൈഡിൽ നമ്മുടെ മുന്നിൽ പോകുന്ന ആ ഒരു ലൈനും അത്യാവശ്യം കുറച്ച് സ്ലോയിലാണ് നമ്മൾ റൈഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സ്ലോ കോർണറിങ്ങും കാര്യങ്ങളും എല്ലാം തന്നെ എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട്.
ചുരത്തിലെ അട്ടപ്പാടി വ്യൂ പോയിന്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചെറിയ വ്യൂ പോയിന്റിലെത്തി. ഇവിടുന്ന് ചെറിയ ഫോട്ടോ ഒക്കെ എടുത്ത് ചെറിയൊരു ടെസ്റ്റൊക്കെ എടുത്തിട്ടാണ് നമ്മൾ ഇവിടുന്ന് പുറപ്പെടും. ശരിക്കും ഈ ഒരു അട്ടപ്പാടി ചുരം നമുക്ക് മഴക്കാലത്താണെന്ന് തോന്നുന്നു കുറച്ചുകൂടെ നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റുക. കാരണം പല ഭാഗങ്ങളിലും വെള്ളമൊക്കെ ഒലിച്ചിറങ്ങുന്നതും കാര്യങ്ങളൊക്കെ ഉണ്ട്. ചെറിയൊരു വാട്ടർഫാൾ എന്ന് പറയാൻ പറ്റുന്ന ഒരു സെറ്റപ്പൊക്കെ നമുക്ക് മഴക്കാലത്ത് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഈ ഒരു ഫോറസ്റ്റിൻ്റെ ആംബിയൻസും മഴക്കാലത്ത് ഒരു പ്രത്യേക രീതിയിലാണ്. ഞാനിതുവരെ മഴക്കാലത്ത് ഈ ഒരു റൂട്ട് പിടിച്ചു നോക്കിയിട്ടില്ല. എന്തായാലും ഇനി ഒരിക്കലും മഴക്കാലത്ത് ഇതുവഴി വരണമെന്നുണ്ട്. നമ്മളങ്ങനെ ചുരമൊക്കെ കയറി ഈ ഒരു അട്ടപ്പാടി ഫോറസ്റ്റിന് പുറത്തിറക്കാൻ പോവാണ്. നമ്മളിപ്പോൾ മുക്കാലി ഫോറസ്റ്റ് പോസ്റ്റിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ആദ്യം തന്നെ പോകുന്നത് നമ്മൾ സ്റ്റേ എടുത്തിട്ടുള്ള ആ ഒരു ലൊക്കേഷനിലേക്കാണ്. അട്ടപ്പാടി ചെമ്മണ്ണൂർ ഭാഗത്തുള്ള സൈലൻസ് ഹോം സ്റ്റേ ആൻഡ് ക്യാമ്പിങ്ങിലാണ് നമ്മൾ സ്റ്റേ എടുത്തിട്ടുള്ളത്. ഈ ഒരു ചെമ്മണ്ണൂർ ബ്രിഡ്ജ് അല്ലെങ്കിൽ മല്ലേശ്വര ടെമ്പിൾ ബ്രിഡ്ജ് എന്നൊക്കെ പറയുന്ന ഈ ഒരു പാലം നമ്മുടെ ഭവാനി നദിയുടെ കുറുകെയുള്ള ഈ ഒരു പാലം കടന്നിട്ടാണ് നമ്മുടെ സ്റ്റേ ആൻഡ് ക്യാമ്പിംഗ് ലൊക്കേഷനിലേക്ക് പോകുന്നത്. Even if we're slipping away, so I close my
അങ്ങനെ നമ്മൾ സ്പോട്ടിലെത്തി. പേര് പോലെ തന്നെ അത്യാവശ്യം നല്ലൊരു സൈലൻസ് എക്സ്പീരിയൻസ് കിട്ടുന്ന ഒരു ലൊക്കേഷനാണിത്. മെയിനായിട്ട് ക്യാമ്പിങ്ങും അതുപോലെ തന്നെ ഈ മുള കൊണ്ടൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള ചെറിയ ചെറിയ റൂം സെറ്റപ്പുകളൊക്കെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇവിടെ ചെറിയൊരു ഏറുമാടം കാര്യങ്ങളൊക്കെ ഉണ്ട്. മെയിനായിട്ട് ഇവിടെ 10 സ്റ്റേ ആണ് കുറച്ചുകൂടെ അടിപൊളി. അതുപോലെ തന്നെ ഈ മുള കൊണ്ടൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള ചെറിയ ചെറിയ റൂം സെറ്റപ്പുകളൊക്കെ ഉണ്ട്. ക്യാമ്പ് ഫയറിൻ്റെ ആ ഒരു പിറ്റൊക്കെ നമുക്ക് കാണാൻ പറ്റും. മുകൾ ഭാഗം ശരിക്കും ഫോറസ്റ്റ് ആണ്. അപ്പോൾ ചെറിയൊരു ഇലക്ട്രിക് ഫെൻസിങ് ഒക്കെ ഉണ്ട് ഇതിന് ചുറ്റായിട്ട്. അതുകൊണ്ട് തന്നെ സേഫാണ്. ഇവിടെ എത്തിയ ഉടനെ തന്നെ കുറച്ച് പേര് ആ ഒരു യാത്രാക്ഷീണം മാറ്റാൻ കുറച്ച് നേരം റെസ്റ്റ് എടുത്തു. കുറച്ച് ടീംസ് നമ്മുടെ ഭവാനി പുഴയിൽ കുളിക്കാനും ഇറങ്ങി. അങ്ങനെ ഒരു ഉച്ച വരെ സമയം അങ്ങനെ പോയി. ഉച്ചക്ക് ഇന്ന് ഇവിടെ ഫുഡില്ല, അതുകൊണ്ട് തന്നെ നമ്മൾ ഫുഡ് പുറത്തുനിന്നാണ് കഴിച്ചത്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കുറച്ച് പേര് വീണ്ടും നമ്മുടെ സ്റ്റേയിലേക്ക് തന്നെ തിരിച്ചു പോയി. ഞങ്ങൾ കുറച്ച് ആളുകൾ മാത്രം ഈ ഒരു ലൊക്കേഷനിലേക്ക് വന്നു. വെറുതെ കാറ്റ് കൊണ്ടൊക്കെ ഇരിക്കാലോ, അതിന് വേണ്ടിയിട്ട് വെറുതെ പോകുന്നതാണ്. സംഭവം നല്ല നൈസ് ലൊക്കേഷനാണിത്. കുന്തിപ്പുഴ റിവർ വ്യൂ അല്ലെങ്കിൽ പാറപ്പത്തറ വ്യൂ എന്നൊക്കെയാണ് ഈ ഒരു ലൊക്കേഷൻ്റെ പേര് വന്നിട്ടുള്ളത്. ഇവിടെ അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് കാറ്റൊക്കെ കൊണ്ടിരിക്കാൻ പറ്റിയൊരു സ്ഥലമാണ്. നല്ല കാറ്റുണ്ട്. ഒരുപാട് ഫാമിലീസും കാര്യങ്ങളൊക്കെ ഭക്ഷണവും കാർപ്പറ്റൊക്കെ ആയിട്ട് വന്നിട്ട് ഇവിടെ ഇരുന്ന് റിലാക്സ് ചെയ്യാറുണ്ട്. അങ്ങനെ കുറച്ച് പേര് നല്ല തണലൊക്കെ ഉള്ളൊരു സ്പോട്ട് കണ്ടുപിടിച്ച് അവിടെ ഇരുന്ന് റിലാക്സ് ചെയ്യുന്നുണ്ട്. കുറച്ച് പേര് എങ്ങനെ കാല് നനക്കാതെ അപ്പുറത്തെത്താന്നുള്ള കാര്യങ്ങളിലേക്ക് നോക്കുന്നുണ്ട്. കുറച്ച് പേര് നനഞ്ഞ ഷൂ ഉണക്കാനിട്ടിട്ടുണ്ട്. സ്പോട്ട് അടിപൊളി ആയതുകൊണ്ട് തന്നെ നമ്മൾ ബാക്കിയുള്ളവരെയും ഇങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തി. എന്നാലും കുറച്ച് പേരെ വന്നിട്ടുള്ളൂ. നമ്മളിങ്ങോട്ട് വന്ന് നട്ടുച്ചാണെങ്കിലും നല്ല രീതിയിൽ കാറ്റുള്ളതുകൊണ്ട് വലിയ സീനൊന്നും ഇല്ലാതെ ഇരിക്കാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഇവിടുത്തെ ക്ലൈമറ്റ് പൊതുവെ നല്ല രീതിയിൽ ദാഹം വരുന്ന രീതിയിലുള്ളൊരു ക്ലൈമറ്റാണ്. അങ്ങനെ ഒരു 4 മണി 4:30 ഒക്കെ ആവാൻ നേരത്ത് നമ്മുടെ ബാക്കി ടീംസ് എല്ലാം ഈ ഒരു ലൊക്കേഷനിലേക്ക് വന്നു. ഇനി ഇവിടുന്ന് എല്ലാവരും കൂടെ ഒരുമിച്ച് നമ്മളൊരു ചെറിയ വ്യൂ പോയിന്റിലേക്ക് പോകാൻ പോവാണ്. നമ്മുടെ ഷൂട്ടിംഗ് ഒക്കെ നടക്കാറുള്ളൊരു ലൊക്കേഷനാണ്. നരസിമുക്ക് വ്യൂ പോയിന്റ് അല്ലെങ്കിൽ അഗളി ഹിൽ വ്യൂ പോയിന്റ് അങ്ങനെ ഉള്ള പേരിലൊക്കെ അറിയപ്പെടുന്ന ഒരു ലൊക്കേഷനാണ്. മെയിൻ റോഡ് പിടിച്ച് നമുക്ക് പോകാൻ പറ്റും. പക്ഷേ നമ്മളിപ്പോൾ ഈ ഒരു റിവർ സൈഡിലായതുകൊണ്ട് ഈ ഒരു റോഡ് പിടിച്ച് തന്നെയാണ് നമ്മൾ അങ്ങോട്ടേക്ക് പോകുന്നത്. നമ്മൾ ഈ ഒരു ലെഫ്റ്റ് സൈഡിൽ ഭവാനിപ്പുഴ അങ്ങനെ ഒഴുകി പോകുന്നുണ്ട്. നമ്മളിപ്പോൾ കുറച്ച് ഹൈറ്റിലാണുള്ളത്. ഇവിടുത്തെ ലാൻഡ്സ്കേപ്പ് എല്ലാം തന്നെ ഒരു പ്രത്യേക സ്റ്റൈലാണ്. കുന്നും മലകളൊക്കെ ഉണ്ടെങ്കിലും എല്ലാം നമ്മുടെ ഈ ഒരു മൊട്ടക്കുന്ന് സ്റ്റൈലിലാണ് ഉള്ളത്. അധികം മരങ്ങളൊന്നും ഇല്ലാതെ ചെറിയ ചെറിയ ചെടികളും ബുഷുകളൊക്കെ ആയിട്ടുള്ള ഒരു ടൈപ്പാണ്. You were deeper than I let anyone else before. Fell off from the broken pieces, took them all and made them yours. Didn't know when my heartbeat needed skipping out, no I can't keep score. When I lose my breath, boy, you got me breathing. Oh, every little thing you do, every time you hold me, take me higher, higher. Every little thing you do, every time you hold me, take me higher, higher. Ooh, you take me higher, you take me higher, baby, you take me higher, you take me higher, baby, you take me higher, you take me higher, baby, you take me higher, yeah, you take me higher, baby. Day breaks and I'm burned by the morning light. I make the same mistake more than twice. Same
song, but brand new dance. I wear out my 3rd second chance. You take my breath and I can't get it back. Might be time for me to face the facts. The best me is with you, but I know I got a lot to prove. They think we're too damaged to fix, but we're just working through a little rust. They like to say we're just young, but I know we won't give this up. Sometimes I lose my mind, and some days it's hard to find the reason why you stay by my side. You and I break our hearts open enough just to see if we'll put them back. No matter what they try, I'll stay by your side. It's you and I. It's you and we go back and forth every time, waiting for one of us to cross the line. You got me and I got you, and we got a lot to prove. They think we're too damaged to fix, but we're just working through a little rust. They like to say we're just young, but I know we won't give this up. Sometimes I lose my mind, and some days it's hard to find the reason why you stay by my side. You and I break our hearts open enough just to see if we'll put them back. No matter what they try, I'll stay by your side. It's you and I. It's you and It's you and I. I like your taste in tunes and everything you ooze. The tempo of your beat, you bleed a melody. No one can control that old time rock and roll. No rule of gravity, and hey, can I follow you? അങ്ങനെ നമ്മൾ നമ്മുടെ ലൊക്കേഷനിലെത്തി. ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഈ ഒരു ചെറിയ കുന്നാണ് നമ്മുടെ വ്യൂ പോയിന്റ്. ഇവിടെ അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ട്. നല്ലൊരു സ്പോട്ട് തന്നെയാണ്. അത്യാവശ്യം നല്ല ഹൈറ്റുള്ള മലകളൊക്കെ ചുറ്റുമുള്ളതുകൊണ്ട് തന്നെ സൺസെറ്റ് നമുക്ക് ഇവിടുന്ന് അങ്ങനെ എൻജോയ് ചെയ്യാൻ പറ്റില്ല. കാരണം സണ്ണ് കുറച്ച് നേരത്തെ തന്നെ ഈ ഒരു ഹിൽ സൈഡ് കടന്നു പോകും. എന്നാലും ആ ഒരു ലൈറ്റ്സ് ഒക്കെ നമുക്ക് കാണാൻ പറ്റും. സൺസെറ്റിൻ്റെ ആ ഒരു യെല്ലോയിഷ് ലൈറ്റ്സ്. Let's never be lost on me. So reach out and love, and don't be a stranger. Don't be a stranger now. Turn up the stereo, the sound is taking hold. You dance like no one sees, a private galaxy. The music of your soul, a symphony composed. Your words are wasted on me. Can I follow you back to your room, watching you bloom in the light? അങ്ങനെ ഒരുപാട് നേരം നമ്മൾ ഈ ഒരു വ്യൂ പോയിന്റിൽ റിലാക്സ് ചെയ്ത് അങ്ങനെ ഇരുന്നു. അങ്ങനെ ഡേ 1 മെയിൻ പരിപാടീസൊക്കെ കഴിഞ്ഞു. നമ്മൾ നൈറ്റ് തിരിച്ചെത്തി. ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ക്യാമ്പ് ഫയറൊക്കെ ഓണായി. നൈറ്റ് നമ്മൾ പുതിയ മെമ്പേഴ്സിനൊക്കെ പരിചയപ്പെടലും അതുപോലെ തന്നെ നമ്മുടെ ലഡാക്കൊക്കെ പോയി വന്നവർക്ക് ചെറിയൊരു പ്രസൻറ്റേഷനൊക്കെ ഉണ്ടായിരുന്നു.
ക്ലബിലെ ബാക്കി മെമ്പേഴ്സിനൊക്കെ അതൊരു ഇൻസ്പിറേഷൻ ആവാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ അവരുടെ എക്സ്പീരിയൻസസ് ഒക്കെ ഷെയർ ചെയ്യാനുള്ളൊരു അവസരമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ സ്പീക്കറും സെറ്റപ്പൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ പാട്ടും ഡാൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് നൈറ്റ് ഫുള്ള് വൈബായിരുന്നു. അങ്ങനെ ഒരു 11 മണി 12 മണി ആയപ്പോഴത്തേന് ഓരോരുത്തരായിട്ട് അങ്ങനെ സൈഡായി തുടങ്ങി. അവസാനം ക്യാമ്പ് ഫയറിൻ്റെ ചുറ്റും മാത്രം കുറച്ച് പേര് മാത്രം ബാക്കിയായി. അങ്ങനെ അവരും പല കഥകളും കാര്യങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ സമയം പോയത് അറിഞ്ഞതേ ഇല്ല. ഇതുപോലെ വളരെ കുറച്ച് പേരാകുമ്പോഴാണ് നമുക്ക് കുറച്ചും കൂടെ നല്ല രീതിയിൽ കഥകളൊക്കെ കേൾക്കാൻ പറ്റുക. പലരുടെയും പല എക്സ്പീരിയൻസസും ഇതുപോലത്തെ സന്ദർഭങ്ങളിലാണ് നമ്മൾ ഷെയർ ചെയ്യുക. അങ്ങനെ കഥ കേട്ടിരുന്നിരുന്ന് അവസാനം ഒരു 2 മണി ഒക്കെ ആയപ്പോൾ ഞാനും ചെറുതായിട്ട് സൈഡായി തുടങ്ങി. അങ്ങനെ ഈ ഒരു വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഈ ഡേ 2 ചെറിയൊരു ട്രക്കിങ്ങും ചെറിയൊരു ഓഫ് റോഡും കാര്യങ്ങളെല്ലാം തന്നെ അടുത്തൊരു വീഡിയോയിൽ ഉടൻ തന്നെ തരുന്നതാണ്. സ്റ്റേ ട്യൂൺ. ഇറ്റ്സ് മീ റാങ്കോ സൈനിങ് ഔട്ട്. ബൈ.